നമസ്കാരം. M4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വൻ ലഹരിവേട്ട. 900 ഗ്രാം MDMA-യുമായി പുതുക്കാട് നന്ദിക്കര സ്വദേശി വാളയാറിൽ പിടിയിൽ. കല്ലൂർ അയ്യങ്കോട് റോഡരികിലെ കാനയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. KSRTC ഡ്രൈവറെയും യാത്രക്കാരനെയും ആക്രമിച്ച കേസിൽ 3 യുവാക്കൾ പിടിയിൽ. ചാലക്കുടി നഗരസഭയിൽ അങ്കണവാടി കം ക്രഷ് പ്രവർത്തനം ആരംഭിച്ചു. ചാലക്കുടി നഗരസഭയിൽ സൗജന്യ കലാപരിശീലന പരിപാടികൾക്ക് തുടക്കം. മുരിയാട് പഞ്ചായത്ത് ഗ്രാമവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വൻ ലഹരിവേട്ട. 900 ഗ്രാം MDMA-യുമായി പുതുക്കാട് നന്ദിക്കര സ്വദേശി വാളയാറിൽ പിടിയിൽ. പാലക്കാട് വാളയാറിൽ വൻ ലഹരിവേട്ട. 900 ഗ്രാം MDMA-യുമായി പുതുക്കാട് നന്ദിക്കര സ്വദേശി ദീക്ഷിത് പിടിയിലായി. KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന MDMA-യുമായാണ് യുവാവിനെ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്നും തൃശൂരിലേക്ക് ലഹരി കടത്താനായിരുന്നു ശ്രമം. തൃശൂർ പൂരത്തിനിടെ വിൽപ്പന നടത്താനായാണ് MDMA എത്തിച്ചതെന്ന് എക്സൈസ് പറയുന്നു. കല്ലൂർ അയ്യങ്കോട് റോഡരികിലെ കാനയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാനിക്കോട് വട്ടക്കൊട്ടായി സ്വദേശി കണ്ണമ്പടത്ത് വീട്ടിൽ വർഗീസാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ വഴിയാത്രക്കാരാണ് കാനയിൽ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വർഗീസ് വീട്ടിൽ നിന്ന് പോയതാണെന്ന് പറയുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇൻക്വസ്റ്റിനു ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. KSRTC ഡ്രൈവറെയും യാത്രക്കാരനെയും ആക്രമിച്ച കേസിൽ 3 യുവാക്കൾ പിടിയിൽ. ചന്ദ്രാപിന്നി സ്വദേശികളായ വിഷ്ണു, അമിത്, വലപ്പാട് സ്വദേശി കുട്ടി എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. എറണാകുളത്ത് നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിനെ എടമുട്ടം ജംഗ്ഷന് വടക്കുവശത്ത് വെച്ച് എതിർദിശയിൽ നിന്നും സ്കൂട്ടറിൽ വന്നിരുന്ന പ്രതികൾ തടയുകയും ബസ് ഡ്രൈവറെയും യാത്രക്കാരനെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ബസിന്റെ ഡോർ ഗ്ലാസ് പൊട്ടിക്കുകയും ചെയ്തിരുന്നു. ഡ്രൈവറുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ബസിന്റെ തുടർ സർവീസ് മുടക്കുകയും ചില്ല് പൊട്ടിക്കുകയും ചെയ്തതിൽ 50,000 രൂപയുടെ നഷ്ടം സംഭവിച്ചിരുന്നു. വലപ്പാട് SI സദാശിവൻ, CPOമാരായ പ്രബിൻ, PK, അനൂപ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ചാലക്കുടി നഗരസഭയിൽ അങ്കണവാടി കം ക്രഷ് പ്രവർത്തനം ആരംഭിച്ചു. മൂഞ്ഞേലി ഐശ്വര്യ അങ്കണവാടിയോട് ചേർന്നാണ് രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കുള്ള ക്രഷും പ്രവർത്തനം തുടങ്ങിയത്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് അങ്കണവാടി കം ക്രഷ് എന്ന പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത്. മിഷൻ ശക്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാൽന എന്ന പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. സുരക്ഷ, സ്വാശ്രയം എന്നിവയ്ക്കായി സ്ത്രീകളെ ശാക്തീകരിക്കാൻ ഉതകുന്ന ഒരു പുതിയ സർക്കാർ പദ്ധതിയാണ് മിഷൻ ശക്തി. കുട്ടികളുടെയും സ്ത്രീകളുടെയും സമഗ്ര വികസനമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സമൂഹത്തിലെ ഏത് തട്ടിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കും അവരുടെ പഠന ആവശ്യത്തിനായോ ജോലി ആവശ്യത്തിനായോ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ ഈ കേന്ദ്രത്തിൽ സാധിക്കും. ഇവിടെ വരുന്ന കുട്ടികൾക്ക് സംരക്ഷണം, പോഷകാഹാരം, ശൈശവപൂർവ്വ വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം എന്നിവയും ലഭിക്കും. മൂഞ്ഞേലി ഐശ്വര്യ അങ്കണവാടിയിൽ പ്രത്യേക സൗകര്യങ്ങളോട് ഒരുക്കിയ അങ്കണവാടി കം ക്രഷ് ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. പൊതുമരാമത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി പോൾ, ബ്ലോക്ക് ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രവീന്ദ്രൻ, വികസനകാര്യ ചെയർമാൻ KV പോൾ, മുൻ ചെയർമാൻമാരായ VO പൈലപ്പൻ, ആലിസ് ഷിബു, കൗൺസിലർ ജോർജ് തോമസ്, ശിശു വികസന പദ്ധതി ഓഫീസർ നിഷ M, ICDS സൂപ്പർവൈസർ ബിന്ദു ലോനപ്പൻ, വയോജന ക്ലബ്ബ് പ്രസിഡന്റ് ആൻഡ്രൂസ് അരിക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി നഗരസഭയിൽ സൗജന്യ കലാപരിശീലന പരിപാടികൾക്ക് തുടക്കം. കേരള സാംസ്കാരിക വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ചേർന്നൊരുക്കുന്ന വജ്ര ജൂബിലി ഫെല്ലോഷിപ്പിന്റെ ഭാഗമായി ചാലക്കുടി നഗരസഭയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സൗജന്യ കലാപരിശീലനം ആരംഭിച്ചു. നഗരസഭാതല ഉദ്ഘാടനം ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV പോൾ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MM അനിൽകുമാർ, പ്രീതി ബാബു, ദീപു ദിനേശ്, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മുൻ ചെയർപേഴ്സൺ ആലിസ് ഷിബു, സെക്രട്ടറി K പ്രമോദ്, വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് തൃശൂർ ജില്ലാ കോർഡിനേറ്റർ സുബീഷ് ES, പരിശീലക ഋതിക രാജു എന്നിവർ പ്രസംഗിച്ചു. വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി തുള്ളൽ, പെയിന്റിംഗ്, ചുവർ ചിത്രകല, മദ്ദളം എന്നീ വിഭാഗങ്ങളിലേക്കാണ് സൗജന്യ പരിശീലനം നൽകുക. ഇതിനുള്ള പ്രവേശനം ആരംഭിച്ചു. ഋതിക രാജു, ആൽഫി വിൽസൺ, ജിതിൻ ചന്ദ്രൻ, നീലകണ്ഠൻ എന്നിവരാണ് മുഖ്യ കലാപരിശീലകർ. പ്രായഭേദമന്യേ ആർക്കും ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനത്തിൽ ചേരാം. ശനി ഞായർ ദിവസങ്ങളിലായി കോട്ടാറ്റ് സ്കൂൾ, ഉറുമ്പൻകുന്ന് കമ്മ്യൂണിറ്റി ഹാൾ, പോട്ട സ്കൂൾ, ഈസ്റ്റ് സ്കൂൾ, കൂടപ്പുഴ അജന്ത ക്ലബ്, VR പുരം കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലാണ് പരിശീലനം നടക്കുക. മുരിയാട് പഞ്ചായത്ത് ഗ്രാമവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് മന്ത്രി R ബിന്ദു നിർവഹിച്ചു. മുകുന്ദപുരം താലൂക്കിൽ ആദ്യത്തേതും ജില്ലയിലെ രണ്ടാമത്തേതുമായ മുരിയാട് പഞ്ചായത്തിന്റെ ഗ്രാമവണ്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗ്രാമവണ്ടിയുടെ താക്കോൽ മന്ത്രി ഡ്രൈവർക്ക് കൈമാറി. ഇരിങ്ങാലക്കുട മുതൽ നെല്ലായി വരെ സർവീസ് നടത്തുന്ന ഗ്രാമവണ്ടി ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷൻ, ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, താലൂക്ക് ആശുപത്രി, മാർക്കറ്റ്, പഞ്ചായത്തുകളുടെ ഘടക സ്ഥാപനങ്ങൾ, ബഹുഭൂരിപക്ഷം വാർഡുകളും ബന്ധിപ്പിച്ചുകൊണ്ടാണ് സർവീസ് നടത്തുന്നത്. മുരിയാട് പഞ്ചായത്ത് മേഖലയിൽ ആഴ്ചയിൽ 6 ദിവസവും രാവിലെ 6:30 മുതൽ വൈകിട്ട് 6 വരെയാണ് ഗ്രാമവണ്ടി സർവീസ് ഉണ്ടായിരിക്കുക. തിങ്കളാഴ്ച ഗ്രാമവണ്ടി സർവീസ് ആരംഭിക്കും. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 50 രൂപ കൂടി ഗ്രാമിന് 9,075 രൂപ, പവന് 72,600 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൻ ലഹരിവേട്ട. 900 ഗ്രാം MDMA-യുമായി പുതുക്കാട് നന്ദിക്കര സ്വദേശി വാളയാറിൽ പിടിയിൽ. കല്ലൂർ അയ്യങ്കോട് റോഡരികിലെ കാനയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. KSRTC ഡ്രൈവറെയും യാത്രക്കാരനെയും ആക്രമിച്ച കേസിൽ 3 യുവാക്കൾ പിടിയിൽ. ചാലക്കുടി നഗരസഭയിൽ അങ്കണവാടി കം ക്രഷ് പ്രവർത്തനം ആരംഭിച്ചു. ചാലക്കുടി നഗരസഭയിൽ സൗജന്യ കലാപരിശീലന പരിപാടികൾക്ക് തുടക്കം. മുരിയാട് പഞ്ചായത്ത് ഗ്രാമവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് മന്ത്രി R ബിന്ദു നിർവഹിച്ചു.
ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.